ഐക്യ കേരളം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ നയിക്കാൻ തെക്കേ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റായി വികസന കാര്യത്തിലും ജനക്ഷേമ കാര്യത്തിലും ഒന്നാമത്തെ സ്റ്റേറ്റായി കേരളത്തെ നയിക്കാനുള്ള നിയോഗം കോൺഗ്രസ് പാർട്ടി UDF PD സതീശൻ നൽകിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായും തുടർന്ന് മുഖ്യമന്ത്രിയായും സേവനം ചെയ്യാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അനുഭവസമ്പത്തുള്ള ഏറ്റവും ഗ്രേഷ്യസായിട്ടുള്ള സോണിയാഗാന്ധിയുടെ ഉപദേശം സ്വീകരിച്ചിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും കൂടിയാണ് PD സതീശനെ ഈ സ്ഥാനത്ത് നിയോഗിച്ചത്. ഞാൻ ആ തീരുമാനത്തെ പൂർണ്ണമായി പിന്താങ്ങുന്നു, സന്തോഷത്തോട് സ്വീകരിക്കുന്നു. സതീശന് എല്ലാവിധ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 5 വർഷക്കാലം കേരളത്തിന്റെ ഒരു സുവർണകാലമായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 2001 ഇതിന് സമാനമൊന്നും ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഇതിനോട് അടുത്ത ഒരു ജനവിധിയുമായിട്ടാണ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി മാറിയത്. ആ കാലത്തും വലിയ ആരവവും മാധ്യമ പിന്തുണയും എനിക്കുണ്ടായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആരവങ്ങൾ കെട്ടടങ്ങി, മാധ്യമങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞു. കാരണം അന്നത്തെ ഗവൺമെന്റ് അന്നത്തെ സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എടുത്ത തീരുമാനങ്ങളായിരുന്നു. കേരളം സാമ്പത്തികമായി തകർന്ന് പാപ്പരായി ഡൽഹിക്ക് പോകാൻ ഒരു എയർ ടിക്കറ്റിനേക്കാളും പോലും ഇന്ത്യൻ എയർലൈൻസ് തടസ്സം നിന്നൊരു കാലഘട്ടത്തിൽ എല്ലാവരും കൊണ്ട് ആലോചിച്ച് ചില കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നു. അതോടുകൂടി ആർപ്പുവിളിച്ചവരെല്ലാം തിരിഞ്ഞു. ആർപ്പുവിളിച്ച മാധ്യമങ്ങളെല്ലാം കല്ലെറിയാൻ തുടങ്ങി. ആ സാഹചര്യം ദയവ് ചെയ്ത് PD സതീശനും സഹപ്രവർത്തകർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സതീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ടുമുഴു കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പീതിന് കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുറച്ചുകൂടി കേരളത്തിന് യാഥാർത്ഥ്യമുണ്ടായി. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രിയായ അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശന് സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സതീശനും ടീം UDF-നും ഞാൻ എല്ലാ ആശംസകൾ നേരുന്നു. 2001 അധികാരത്തിലെത്തി. പക്ഷെ അന്ന് കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടായതാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉപദേശം PD സതീശന് കൊടുക്കാനുണ്ടോ? അത് ഞങ്ങളെ സംസാരിച്ചോളൂ. ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്തുണ കൊണ്ട് മാത്രം ഒരു ഭരണാധികാരിക്ക് മുന്നോട്ട് സാധിക്കത്തില്ല. അതേക്കുറിച്ചൊക്കെ എന്നേക്കാൾ അനുഭവ സമ്പത്ത്. കാരണം എന്നേക്കാൾ ജനങ്ങളോട് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള
ഒരു പ്രത്യേകമായ സിദ്ധി എൻ്റെ സഹപ്രവർത്തകൻ സതീശനുണ്ട്. അതുകൊണ്ട് എന്നേക്കാൾ ജനങ്ങളെ ഡയറക്റ്റ് പുതിയ കാലഘട്ടത്തെ പൊതുയുഗത്തിൻ്റെ, കാരണം അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ ചാനലും സോഷ്യൽ മീഡിയയും AIയുമുള്ള ഈ കാലഘട്ടത്തിൽ പറ്റിയ നിലയിൽ ജനങ്ങളോട് ശരിക്ക് സംവദിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഈ കാലഘട്ടത്തിൽ സുഹൃത്തുണ്ട്. അദ്ദേഹം അതിനേക്കാൾ സംസാരിക്കുന്നുണ്ടോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.